ആകയാൽ കൊയ്ത്തിന്റെ യജമാനനോട് തന്റെ കൊയ്ത്തിന് വേലക്കാരെ അയക്കേണ്ടതിന് അപേക്ഷിച്ചു. പോകുവിൻ, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. സഞ്ചിയും പൊക്കണവും ചെരുപ്പും എടുക്കരുത്. വഴിയിൽ വെച്ച് ആരെയും വന്ദനം ചെയ്യുകയും അരുത്. ഏത് വീട്ടിൽ എങ്കിലും ചെന്നാൽ ഈ വീട്ടിൽ സമാധാനം എന്ന് ആദ്യം പറവീൻ. അവിടെ ഒരു സമാധാന പുത്രനുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവന്റെ മേൽ വർത്തിക്കും. ഇല്ലെന്ന് വരികിലോ നിങ്ങളിലേക്ക് മടങ്ങിപ്പോരും. അവർ തരുന്നത് തിന്നും കുടിച്ചും കൊണ്ട് ആ വീട്ടിൽ തന്നെ പാർക്കും. വേലക്കാരൻ തന്റെ കൂലിക്ക് യോഗ്യനല്ലോ. വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് മാറിപ്പോകരുത്. ഏത് പട്ടണത്തിലെങ്കിലും ചെന്നാൽ അവർ നിങ്ങളെ കൈക്കൊള്ളുന്നുവെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് ഭക്ഷിപ്പീൻ. അതിലെ രോഗികളെ സൗഖ്യമാക്കി ദൈവരാജ്യം നിങ്ങൾക്ക് സമീപിച്ചു വന്നിരിക്കുമെന്ന് അവരോട് പറയും. ഏത് പട്ടണത്തിലെങ്കിലും ചെന്നാൽ അവർ നിങ്ങളെ കൈക്കൊള്ളുന്നില്ല എങ്കിൽ അതിന്റെ ദിക്കുകളിൽ പോയി നിങ്ങൾ പട്ടണത്തിൽ നിന്ന് ഞങ്ങളുടെ കാലിന് പറ്റിയ കൂടിയും ഞങ്ങൾ നിങ്ങൾക്ക് കുടഞ്ഞേച്ചു പോകുന്നു, എന്നാൽ ദൈവരാജ്യം സമീപിച്ചു വന്നിരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുവീൻ എന്ന് പറയും. ആ പട്ടണത്തിനേക്കാൾ സൊദോമ്യർക്കും ആ നാഴികളിൽ സഹിക്കാതാവും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കോയിസേ, നിനക്ക് അയ്യോ കഷ്ടം! ബേത്ത്സയിദേ, നിനക്ക് അയ്യോ കഷ്ടം! നിങ്ങൾ നടന്ന വീര്യപ്രവൃത്തികൾ സോരിലും സീദോനിലും നടന്നിരുന്നുവെങ്കിൽ അവർ പണ്ട് തന്നെ രട്ടിലും വെണ്ണീറിലും ഇരുന്ന് മാനസാന്തരപ്പെടുമായിരുന്നു. എന്നാൽ ന്യായവിധിയിൽ നിങ്ങളെക്കാൾ സോരിലും സീദോനും സഹിക്കാതെയാവും. നീയോ കഫർന്നഹൂമേ, സ്വർഗത്തോളം ഉയർന്നിരിക്കുമോ? നീ പാതാളത്തോളം താണുപോകും. നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എന്റെ വാക്ക് കേൾക്കുന്നു. നിങ്ങളെ തള്ളുന്നവൻ എന്നെ തള്ളുന്നു. എന്നെ തള്ളുന്നവൻ എന്നെ അയച്ചവനെ തള്ളുന്നു. നമ്മുടെ തീം എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ദി ലേറ്റി, ആത്മായ പ്രേക്ഷിതത്വം. ആത്മായ പ്രേക്ഷിതത്വം ശൈലികളിൽ മാറ്റം അനിവാര്യമാണ്. ആത്മായ പ്രേക്ഷിതത്വം ശൈലികളിൽ മാറ്റം അനിവാര്യമാണ്. യേശുവിനെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകളെ 9-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്. തങ്ങളുടേതായ ചില കാരണങ്ങളാൽ അവർക്ക് യേശുവിനെ അനുഗമിക്കുവാനായിട്ട് സാധിച്ചില്ല. എന്നാൽ നമ്മൾ ഇന്ന് വായിച്ചു കേട്ടതായി വേദഭാഗത്തിലേക്ക് വരുമ്പോൾ കർത്താവ് 70 പേരെ നിയമിച്ച് താൻ ചെല്ലുവാനുള്ള പട്ടണത്തിലേക്കും സ്ഥലത്തിലേക്കും അവർക്ക് തനിക്ക് മുമ്പായി ഈരണ്ടായിട്ട് അയക്കുന്നു. നിയോഗിച്ചയക്കുന്ന ആളുകളുടെ ദൗത്യത്തെക്കുറിച്ച് വ്യക്തമായ ചില കാഴ്ചപ്പാടുകൾ യേശു തന്നെ നൽകുന്നുണ്ട്. നിയോഗിക്കപ്പെട്ട 70 പേരെ ഒരു ആത്മായ സമൂഹമായി കണ്ട് ആത്മായ പ്രേക്ഷിതത്വ ശൈലികളിൽ മാറ്റങ്ങൾ അനിവാര്യമോ എന്ന അന്വേഷണമാണ് ഈ വായനയിലൂടെ ശ്രമിക്കുന്നത്. 1. ആത്മായ പ്രേക്ഷിതത്വം സാക്ഷ്യ നിർവഹണം. ആത്മായ പ്രേക്ഷിതത്വം സാക്ഷ്യ നിർവഹണം. ഓരോ പട്ടണത്തിലേക്കും സ്ഥലത്തിലേക്കും തനിക്ക് മുമ്പായ ആളുകളെ കർത്താവ് അയക്കുന്നു. ഇവിടെ അതിർവരമ്പുകൾ നിർണയിക്കപ്പെടുന്നില്ല. ദൈവരാജ്യ സന്ദേശം എത്തപ്പെടേണ്ടതായിട്ടല്ലാത്ത ഒരു സ്ഥലവും ഇല്ല. ഇത് നമ്മൾ ഈ പഴയ പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന സമയത്ത് ചില പട്ടണങ്ങളെയൊക്കെ തന്നെ മുൻവിധിയോടെ കാണുന്നതായിട്ടുള്ള ഒരു സമീപനം കാണാനായിട്ട് സാധിക്കും. അതായത് ചില പട്ടണങ്ങളൊക്കെ ശപിക്കപ്പെട്ടതായിട്ടുള്ള പട്ടണങ്ങൾ, അല്ലെങ്കിൽ ഇസ്രായേലിന് എതിരായിട്ട് നിൽക്കുന്ന പട്ടണങ്ങളൊക്കെ ശപിക്കപ്പെട്ടതായിട്ട് കാണുന്നതായിട്ടൊരു സമീപനമൊക്കെ. എന്നാൽ ഇവിടെ യേശു കർത്താവ് എല്ലാ ഇടങ്ങളിലേക്കും ആളുകളെ അയക്കുകയാണ്. ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. സഞ്ചിയും പൊക്കണവും അയക്കും. ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. സഞ്ചിയും പൊക്കണവും അയക്കും. സാക്ഷ്യ നിർവഹണം വെല്ലുവിളികളും അനിശ്ചിതത്വങ്ങളും നിറഞ്ഞതാണ്. ലോകത്തിന്റെ പ്രതികരണം അനുകൂലമോ പ്രതികൂലമോ ആകാം. എന്നാൽ അവർ തരുന്നത് തിന്നും കുടിച്ച് മുമ്പേ പോകുന്നതായിട്ടുള്ള അവർ തരുന്നത് തിന്നും കുടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതായിട്ടുള്ള ഒരു ശുശ്രൂഷയാണ്. വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് മാറിപ്പോകരുത്. അതായത് സൗകര്യവും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളും തേടിപ്പോകുന്നതായിട്ടുള്ള രീതി മാറേണ്ടിയിരിക്കുന്നു. സൗകര്യപ്രദമായിട്ടുള്ള